നമസ്കാരം. മുതലപ്പുഴയുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു. അപകടമുണ്ടാകുന്നു, ഇവിടെ ജോലിക്കായി ഇറങ്ങിയിട്ടുള്ള ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ മരണപ്പെടുന്നു. ഈ ഒരു വാർത്ത ഇപ്പോൾ സ്ഥിരമായി തന്നെ കേൾക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾ ഈ വാർത്തയെ നിസാരവൽക്കരിച്ച് കാണുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലൊരു വലിയൊരു സംഭവം, ഗുരുതരമായിട്ടുള്ള ഒരു സംഭവമാണ്. സർക്കാരിന്റെ കണ്ണിൽ ഈ വിഷയം പെട്ടിട്ടും കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെയുള്ള പ്രദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ഒന്നടക്കം പറയുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഒരു അപകടമുണ്ടായി മരണമുണ്ടാകുമ്പോൾ മാത്രം ഇവിടെ എത്തുന്ന ആളുകളാണ് സർക്കാരാണ്. അവർ വാഗ്ദാനങ്ങൾ തന്ന് പോകുന്നു എന്ന് മാത്രമാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നതെന്നോ അതിന്റെ പരിഹാരം എന്താണോ എന്നതോ കൃത്യമായി നടക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിവിടെ എത്തിയപ്പോൾ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇവിടെ അനുവാദം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ അവിടേക്ക് എത്തിക്കാൻ വേണ്ടി ഏകദേശം 20 കിലോമീറ്റർ ദൂരത്താണ് വിഴിഞ്ഞം തുറമുഖമുള്ളത്. അവിടേക്ക് സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഈ മുതലപ്പുഴയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിലെ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ആ ഒരു ബണ്ട് പൊളിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു ബണ്ട് പൊളിച്ചിട്ട് ഇതുവഴിയാണ് വിഴിഞ്ഞത്തേക്ക് സാധനങ്ങളൊക്കെ എത്തിച്ചിരുന്നത്. സർക്കാർ നൽകിയിട്ടുള്ള കരാറ് പ്രകാരം തന്നെയാണ് കാര്യങ്ങൾ ചെയ്തത്. ആ JCB ഉപയോഗിച്ച് ഇവിടെ നിന്നുള്ള മണലടക്കം മാറ്റിക്കൊണ്ട് വലിയ രീതിയിൽ ഇവിടെ നിന്ന് സാധനങ്ങൾ വിഴിഞ്ഞത്തേക്ക് എത്തുന്നു. നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് ആ വിഴിഞ്ഞം. രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ പദ്ധതിയായിരുന്നു. അതിന്റെ ആഘോഷമൊക്കെ കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞ് അഭിമാനം എന്ന് പറയുമ്പോൾ തന്നെ മറുവശത്ത് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയൊരു നാശം വിതച്ച ഒരു പദ്ധതി കൂടെയായി മാറുകയാണ് വിഴിഞ്ഞം പദ്ധതി. കാരണം അതിനുശേഷം ഇവിടെ ഉണ്ടാകുന്ന ഈ മണൽ വീഴുന്ന സമ്പ്രദായം കൊണ്ട് ഇവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസവും ബോട്ടിൽ പോകുന്നതിനിടെ ഇവിടെ കുന്നുകൂടിയിട്ടുള്ള ഈ മണൽ കാരണം മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ വന്നു. കഴിഞ്ഞ ദിവസം ഭാഗ്യം കൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടത് എന്നതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. കാരണം ഇതിനു മുമ്പുണ്ടായിട്ടുള്ള അപകടങ്ങൾ പോലെ തന്നെ ഈ ബോട്ട് ഇവിടെ ഈ മണൽ നിരന്നിരിക്കുന്ന സാഹചര്യം കൊണ്ട് ഇവിടെ സ്റ്റക്കായി നിൽക്കുകയായിരുന്നു. പിന്നീട് മറ്റു ബോട്ട് വന്നാണ് ആ ബോട്ടിനെ പിറകിലേക്ക് വലിക്കുന്നത്. ഏകദേശം 25ഓളം മത്സ്യത്തൊഴിലാളികളാണ് കഴിഞ്ഞ ദിവസം ജോലിക്കായി ഇറങ്ങിയിരുന്നത്. പക്ഷേ ഈ ഒരു വലിയ പ്രശ്നം കൊണ്ട് അവർ കഴിഞ്ഞ ദിവസം ജോലിക്ക് ഇറങ്ങിയിട്ടില്ല. ഈ മണൽ ഇവിടെ നിന്ന് മാറ്റുക, ഒരു വർഷത്തിൽ 2 തവണ ഡ്രഡ്ജിംഗ് നടത്തുക എന്നതൊക്കെയാണ് ഇതിനൊരു പരിഹാരമായി ഇപ്പോൾ പറയുന്നത്. പക്ഷേ അത് കൃത്യമായി നടക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവർ ഓരോരുത്തരും ആവർത്തിച്ച് പറയുന്നത്. ഇന്ന് ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും അത് 4 ദിവസത്തിനുള്ളിൽ തന്നെ ഈ മണൽ ഇവിടെ നിന്ന് മാറ്റാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴും ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുന്നത് ഈ ബണ്ട് തന്നെയാണ്. ഈ കെട്ട് കൃത്യമായിട്ട് പൊളിച്ചതിന് ശേഷം പുനർനിർമ്മിച്ചപ്പോൾ കൃത്യമായി കെട്ടിയിട്ടില്ല എന്നാണ് ഇവിടെ നിന്ന് മത്സ്യത്തൊഴിലാളികളൊക്കെ പറയുന്നത്. അതിനിടയിൽ ഉണ്ടാകുന്ന വിടവ് അത് തന്നെയാണ് മണൽ വീണ്ടും താഴോട്ട് ഇറങ്ങാൻ കാരണമായി മാറുന്നതെന്നും വീണ്ടും ഒരു അപകടത്തിലേക്ക് തള്ളിവിടുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ വാഗ്ദാനങ്ങൾ നൽകാതെ കൃത്യമായിട്ടുള്ള ഒരു നടപടി എടുക്കണം എന്ന് തന്നെ പറയുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത് അദാനി ഗ്രൂപ്പ് ഇതിനു വേണ്ടി പണം നൽകണം എന്നുള്ളതാണ്. അദാനി ഗ്രൂപ്പ് പണം നൽകിയാൽ ഉടൻ തന്നെ ഇവിടെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷേ മത്സ്യത്തൊഴിലാളികൾ അദാനി പണം നൽകിയാലും ഇല്ലെങ്കിലും ഇവിടുത്തെ പരിഹാരം കാണേണ്ടത് സർക്കാർ തന്നെയാണ് എന്ന് പറയുന്നു. നികുതി പിരിവുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട പണമാണ്. ആ പണം ഉപയോഗിച്ചാണെങ്കിലും ഉടൻ തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കണം. കാരണം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഏകദേശം ഒരു വർഷത്തിന്റെ പ്രധാനപ്പെട്ട 3 മാസങ്ങളാണ്. ഈ 3 മാസത്തിലാണ് അവരുടെ ഉപജീവന മാർഗമായിട്ടുള്ള മത്സ്യബന്ധനം ഏറ്റവും കൂടുതലായി നടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ജോലിക്ക് ഇറങ്ങാൻ പറ്റാതെ വരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലാക്കാൻ വഴിയൊരുക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അതേസമയം ഇവിടെ നിന്ന് ജോലിക്കായി ഇറങ്ങുന്ന പല ബോട്ടുകളും അപകടത്തിൽപ്പെടുന്നതോടെ ലക്ഷങ്ങളുടെ നഷ്ടവും മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാകുന്നതായും പറയുന്നുണ്ട്. സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് മുതലപ്പുഴയിലെ ഓരോ മത്സ്യത്തൊഴിലാളിയും ജോലിയില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇന്നിപ്പോ ഇവിടെ നോക്കിയാൽ കാണാം, എല്ലാ ബോട്ടുകളും ഇവിടെ അടുക്കി ഇട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ജോലിക്കായി ഇറങ്ങാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന ഒരു സമയമാണ്. ഈ വരുന്ന 3 മാസമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗമായിട്ടുള്ള മത്സ്യബന്ധനം നടക്കുന്ന സമയം. ആ സമയത്താണ് ഇത്തരത്തിൽ ബോട്ടുകളൊക്കെ ഇവിടെ അടുക്കി വെച്ച് വീട്ടിലിരിക്കേണ്ടുന്ന ഒരു സാഹചര്യം
സാഹചര്യം വരുന്നത്. പലരുടെയും വീട്ടിൽ ഉള്ള പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് മലയാളി വാർത്തയോട് മത്സ്യത്തൊഴിലാളികൾ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇവിടെ മുതലപ്പുഴയിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളുടെയൊക്കെ പരിഹാരം അത് ഉടൻ തന്നെ വേണമെന്നാണ് ഇവർ ഓരോരുത്തരും പറയുന്നത്. 4 ദിവസത്തിനുള്ളിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എങ്കിൽ അവർ സെക്രട്ടേറിയറ്റിന് മുന്നിലടക്കം പ്രതിഷേധവുമായി എത്തുമെന്ന് പറയുന്നുണ്ട്. 4 ദിവസമാണ് അവസാനത്തെ ഒരു വാഗ്ദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു നടപടിക്ക് വേണ്ടി തങ്ങൾ കാത്തു നിൽക്കുക എന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ ഓരോരുത്തരും പറയുന്നത്. കാരണം അവർ ഓരോരുത്തരും കടബാധ്യതയിലാണ്. ജോലിക്കായി ബോട്ട് വാടകയ്ക്ക് എടുക്കുന്നവരും കടം വാങ്ങി ബോട്ട് ഇറക്കിയവരും ഒക്കെ ഈ കൂട്ടത്തിലുണ്ട്. ഇവർക്കൊക്കെ ജോലിക്ക് ഇറങ്ങി ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെങ്കിൽ ഈ ഒരു സമയം തന്നെയാണ് ഏറ്റവും വലിയതായി മുന്നിലുള്ളത്. ആ ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, മണൽ ഇറങ്ങുന്ന പ്രശ്നവും അത് അവിടെ നിന്ന് മാറ്റാത്തതുമായിട്ടുള്ള പ്രശ്നം കൊണ്ട് ജോലിക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാകുന്നത്. 30 ലക്ഷം മുതൽ 1.5 കോടി രൂപ വരെ അത്തരത്തിൽ പല രീതിയിലുള്ള പണമാണ് ഒരു ബോട്ടിന്റെ പേരിൽ മാത്രം ഓരോ മത്സ്യത്തൊഴിലാളിക്കും ചിലവാകുന്നത്. ഇതിൽ ജോലിക്ക് വേണ്ടി ഒരു ബോട്ടിൽ ഏകദേശം 20-30 ആളുകളൊക്കെ പോകുന്ന സാഹചര്യമുണ്ട്. അതായത് ഒരു ബോട്ട് കടലിൽ ഇറങ്ങിയില്ല എങ്കിൽ, ജോലിക്ക് പോയിട്ടില്ല എങ്കിൽ അവർക്ക് 20ഓളം കുടുംബങ്ങൾ പട്ടിണിയാകുന്ന ഒരു സാഹചര്യമാണ്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായതും. മുതലപ്പുഴയിൽ നിന്ന് ജോലിക്കായി മത്സ്യബന്ധനത്തിനായി ഇറങ്ങിയിട്ടുള്ള ഒരു ബോട്ട് അത് അപകടത്തിൽ പെടുകയും അത് വളരെ ശക്തമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവാക്കി തിരികെ എത്തിക്കുന്നത്. പക്ഷേ അതിലുണ്ടായിരുന്ന 20ഓളം ആളുകൾക്ക് കഴിഞ്ഞ ദിവസത്തെ ജോലി ഇല്ലാതായി മാറിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, 100-ലധികം ബോട്ടുകളാണ് ഇപ്പോൾ മുതലപ്പുഴയിൽ നിന്ന് ജോലിക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഇട്ടിരിക്കുന്നത്. അത് മുഖാന്തരം ഒരുപാട് കുടുംബങ്ങൾ പട്ടിണിയിലാകുകയാണ്. ഇതൊക്കെ പരിഹരിക്കണമെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം സർക്കാർ തന്നെ കാണുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയാണ് ഇന്ന് ഇവിടുത്തെ മത്സ്യബന്ധന തൊഴിലാളികൾ ഉൾപ്പെടെ സമരത്തിന് ഇറങ്ങുന്നത്, ഉപരോധമൊക്കെ നടത്തുന്നത്. ഇന്ന് ഈ ഉപരോധത്തിന്റെ ഭാഗമായിട്ട് ഏകദേശം 4 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നും ഡ്രഡ്ജിംഗ് നടത്തുമെന്നുമൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഉണ്ടാകുന്ന ഈ മണൽ പ്രശ്നം അത് വർഷത്തിൽ 2 തവണ ഡ്രഡ്ജിംഗ് കൃത്യമായി നടത്തുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഓരോ വർഷവും നടക്കുന്ന ഡ്രഡ്ജിംഗ് അത് കൃത്യമായിട്ടുള്ള രീതിയിലല്ല നടക്കുന്നതെന്നും അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതെന്നും ഒക്കെയാണ് തൊഴിലാളികൾ പറയുന്നത്. എന്തായാലും ഇതിനുള്ള ഒരു പരിഹാരം അത് സർക്കാർ നൽകാമെന്നുള്ള വാഗ്ദാനം നിലവിൽ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ വാഗ്ദാനം യാഥാർത്ഥ്യമാകുമോ എന്ന് തന്നെയാണ് ഇവിടുത്തെ ഓരോ മത്സ്യബന്ധന തൊഴിലാളികളും അവരുടെ കുടുംബവും ഉറ്റുനോക്കുന്നത്. കാരണം അവരുടെ ഓരോരുത്തരുടെയും കഷ്ടപ്പാട് അത് ഇത്തരത്തിൽ ജോലിക്ക് പോകാതിരിക്കുമ്പോൾ അത് കൂടുകയാണ്. ഇതിനുള്ള ഒരു പരിഹാരം സർക്കാരിന്റെ കയ്യിൽ തന്നെയാണുള്ളത്. 4 ദിവസത്തിനുള്ളിൽ ഇത് പരിഹരിച്ചില്ല എങ്കിൽ, കൃത്യമായിട്ടുള്ള നടപടി എടുത്തിട്ടില്ല എങ്കിൽ ശക്തമായിട്ടുള്ള സമരവുമായി അവർ മുന്നോട്ടിറങ്ങും എന്ന് തന്നെയാണ് പറയുന്നത്.